ഹലോ ഹലോ ഹലോ. ഇന്നൊരു സാറ്റർഡേ നൈറ്റാണേ. എല്ലാ സാറ്റർഡേ നൈറ്റും നമ്മൾ മൂവി കാണും കേട്ടോ OTT-ൽ. അപ്പോൾ ഇന്ന് മൂവി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ട് മൂവി കാണാൻ വേണ്ടി ഇരിക്കാൻ വിചാരിച്ചിട്ടു ഒരു കുക്കർ വെച്ചിട്ടോ. കുക്കർ എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം അടിക്കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് കരിയാതിരിക്കാൻ ലോ ഫ്ലെയിമിലും വെക്കുക. ഒരു 3 minutes കൊണ്ട് നമ്മുടെ സാധനം റെഡിയാവും. ഇത് ചില്ലി ഫ്ലേവറാണ് കേട്ടോ. ചില്ലി ഫ്ലേവർ എനിക്ക് അത്ര പറ്റിയില്ല, കാരണം ഭയങ്കര എരിവ്. മനസ്സിലായോ? നമുക്ക് കഴിച്ചിരിക്കും കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ എണീക്കണം, ആ ഒരു സെറ്റപ്പാണ്. പിന്നെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വയ്ക്കുക, മൂടി അപ്സൈഡ് ഡൗൺ വെച്ചാൽ മതി, ആയിക്കോളും. ഒരു 2 minutes ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൊട്ടാനുള്ളതൊക്കെ ഒന്ന് പൊട്ടിയതായിക്കോളും. അങ്ങനെ നമ്മൾ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുണ്ടോ, ഞങ്ങളെക്കാട്ടി ഇഷ്ടമാണ് അവനിതൊരു ബൗൾ കിട്ടിക്കണം, ഇതാണ്ടൊരു സ്ഥലത്തിരുന്ന് അനങ്ങാണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളായിട്ട് വെറുപ്പിക്കും. അങ്ങനെ പോപ്കോൺ വന്നതും നമ്മൾ പോപ്കോണിലേക്കായിരുന്നു കോൺസെൻട്രേഷൻ. മൂവിയുടെ കാര്യം മറന്നു. നല്ല സൂപ്പറാണെന്നാണ് കേട്ടോ പറയണത്. പിന്നെ മൂവി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നില്ല. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ ആയപ്പോൾ അടുത്ത ചില്ലി തന്നെ നമ്മൾ ഇതേമാതിരി സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി ആലപ്പുഴ ജിങ്കാന കേട്ടോ. നല്ല ഫണ്ണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെന്താ, ഫുൾ തല്ലുമാല മാതിരി തോന്നിയോ എന്നൊരു സംശയം. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഫുൾ ഫൈറ്റ് അങ്ങനെ. പിന്നെ നെസ്ലിൻ്റെ കുറച്ച് നല്ല സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മോന് ബോക്സിങ്, ആളിപ്പോൾ TV-യിൽ ഓരോന്ന് കണ്ട് ബോക്സിങ് പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൂവി ആയിട്ടുണ്ട്. മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷമുണ്ട് പോപ്കോണിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ പോപ്കോൺ കഴിച്ചു. OTT-ൽ കാണാൻ പറ്റിയൊരു മൂവി അത്രേ ഉള്ളൂ, അല്ലാണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടാവും, കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജിങ്കാനയും കണ്ട് 1-2 അതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി, അവൻ പഠിച്ചിട്ടുമുണ്ട്, അത് ഞങ്ങളടുത്ത് തീർക്കണമുണ്ട്.